ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഫ്രോക്ക് പാറ്റേൺ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ബേസിക്കായിട്ട് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഇനിയിപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഏതെങ്കിലും എൻ്റെ ബേസിക് ഫ്രോക്ക് പാറ്റേൺ ഒന്ന് കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ പഠിക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇതൊരു ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടോക്കാം. ഇതൊരു ഓൺലൈൻ ഓർഡർ ആണ്. അപ്പോൾ കസ്റ്റമർ എനിക്ക് മെഷർമെൻറ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെഷർമെൻ്റ് ആണ്. 40 ലെങ്ത്ത്, പിന്നെ ഷോൾഡർ 12, യോക്ക് ലെങ്ത്ത് 11.5, ചെസ്റ്റ് 30, വേസ്റ്റ് 27, ആം ഹോൾ 13. ഇങ്ങനെയൊക്കെയാണ് മെഷർമെൻറ്റ്. അപ്പം ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ബോട്ടം പോർഷനാണ് കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ളത്. അല്ലാത്തത് ഞാൻ വീഡിയോ മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. യോക്ക് പോർഷന് അതേ സെയിം കട്ടിംഗ് ആണ്, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം കാരണം ഇത് കുറച്ച് വലിയ സൈസാണ്. ചെറിയ സൈസൊക്കെ ആണെങ്കിൽ ना बड़ा साइज को टकिंग देना है ना, ജസ്റ്റ് 30 छोटा बच्चा का फ्रॉक ऐसा. ക്ലോത്ത് ഇങ്ങനെ ഒരു ലൈന് കൊടുത്തിട്ട് ഈവൻ ആക്കി വെക്കുക. അതിനുശേഷം നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് 11.5 അപ്പോൾ 12.5 ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് കൂടുതലെടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ബോട്ട് നെക്ക് പാറ്റേൺ ആണ്. അപ്പോൾ ഷോൾഡർ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 6, 12ൻ്റെ പാതി 6. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് 3 കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നെക്കിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ ഒരു വിഡ്ത്ത് നോക്കിയിട്ട് നമ്മളിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നെക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഹാൻഡ് വർക്ക് ചെയ്യുന്നത് എപ്പോഴും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ കട്ട് ചെയ്യുള്ളൂ നെക്ക്. അതിനുശേഷം നമുക്ക് ആം ഹോൾ കൊടുക്കാം. ആം ഹോളിന് ഒരു ഹാഫ് ഇഞ്ചിൽ കുറച്ച് കൂടുതൽ ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് എടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് താഴോട്ട് ഒരു 5.5 ഇഞ്ച് എടുക്കുന്നുണ്ട് ഞാൻ. 5.5 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ കുട്ടീൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 30 30 2 ആഡ് ചെയ്യുക. അപ്പം 32 32നെ 4 ഡിവൈഡ് ചെയ്യുക. 32നെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8. അപ്പോൾ 8 ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. വേസ്റ്റ് 27 ഉണ്ട്. 27 1 ആഡ് ചെയ്താൽ മതി. 28നെ നമുക്ക് 4 ഡിവൈഡ് ചെയ്യാം. 28നെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7. 7 ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 8 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 1 ആഡ് ചെയ്യുന്നത് ടക്കിനാണ് വേസ്റ്റിൽ. ഇത് അത്യാവശ്യം വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ടക്ക് കൊടുക്കണം. അപ്പം ടക്കിങ്ങിന് വേണ്ടിയിട്ടാണ് വേസ്റ്റിൽ ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങനെ ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം ഈ ആം ഹോൾ ലൈനും ചെസ്റ്റ് ലൈനും കൂടി ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒരു 1 ഇഞ്ച് വരുന്നത് പോലെ ഇങ്ങനെ ക്രോസായിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ക്രോസ് വേണ്ട കേട്ടോ, ഇവിടെ സ്ട്രൈറ്റ് തന്നെയാണ്. അത് എക്സ്ട്രാ ലൈൻ അവിടെ ആയിപ്പോയതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ആം ഹോൾ ടക്കിങ് ഇവിടുന്ന് ഒരു 3.5 ആം ഹോൾ ടക്കിങ്ങിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. മേലേക്കൊരു 3.5 ഇഞ്ച് മതിയാവും. 3.5 ഇഞ്ചിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ടക്കിങ്ങിന് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഈ ഒരു സെൻറ്ററിലെത്തുമ്പോൾ ഇങ്ങനെ പോയാൽ മതി. ഇപ്പോൾ ആം ഹോൾ 13.5 14 തന്നെ വെച്ചോ. അപ്പോൾ നമുക്ക് 7 കിട്ടണം. ഇങ്ങനെ നോക്കുമ്പോൾ 7 കാലുണ്ട്, കുഴപ്പമില്ല. കുറച്ച് ലൂസ് വെക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് താഴെ നിന്ന് ഇപ്പോൾ ഇവിടെ
സീം അലവൻസ് പോവില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് താഴെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കറക്റ്റ് 7 തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കണക്ക് ഹോളിൻ്റെത്. ഓക്കെ, ഇത്രേ ഉള്ളൂ ബാക്ക്. അപ്പോൾ നമുക്കിതാ ഇവിടെ കുറച്ച് സീം അലവൻസിന് ഇതുപോലെ കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് ഫ്രണ്ട് ആം ഹോളും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് ആം ഹോൾ ഇതാ ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പീസ്. അപ്പോൾ ഫ്രണ്ട് പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ്, ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാം. കാരണം ഇവിടെ കുറച്ച് വേസ്റ്റിൻ്റെ അവിടെ കുറച്ചൊന്ന് മേലോട്ട് കയറി നിൽക്കണം. അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശരിയാക്കിയാൽ മതി. ഇൻ കേസ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചതിന് ശേഷം ചെയ്താൽ മതി. നമ്മൾ കട്ട് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ താത്തിയിട്ട് ഇങ്ങനെ മേലെ മേലെ ഇങ്ങനെ പോയാൽ മതി, അത്രേ ഉള്ളൂ. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്യൂല കേട്ടോ, കാരണം ഇത് ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നെക്ക് കട്ട് ചെയ്യില്ല. നമ്മൾ ആം ഹോൾ, ബാക്ക് ആം ഹോൾ കട്ട് ചെയ്യുക ഫസ്റ്റ്. പിന്നെ ബാക്ക് കട്ട് ചെയ്തതിന് ശേഷമേ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പീസ്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഓപ്പൺ പീസ് നമ്മുടെ ഭാഗത്തോട്ട് വരണം. അങ്ങനെ ഇങ്ങനെ ഇത് തിരിച്ച് വെക്കുക. ഈ ക്ലോത്ത് ഇങ്ങനെ തിരിച്ച് വെക്കുക. ഈ കട്ട് ചെയ്ത പീസ് തിരിച്ച് വെച്ചതിന് ശേഷം ഇതെങ്ങനെ ഓപ്പൺ പീസ് നമ്മുടെ ഭാഗത്തോട്ട് വരണം. ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ ബാക്കിൽ സിപ്പ് വരുന്നതുകൊണ്ട് ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ ബാക്കിൽ നമുക്ക് സിപ്പ് വെക്കാനുള്ളൊരു 1/2 ഇഞ്ചിൻ്റെ അത്ര ഇങ്ങോട്ട് മാർജിൻ വിട്ടതിന് ശേഷം ഈ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് ഇതാ ഈ ടക്കിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ടക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ വേസ്റ്റ് ഒരു കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഇങ്ങനെ ലൂസായിട്ട് കിടക്കും. അത്യാവശ്യം സൈസുള്ളൊരു ഫ്രോക്കാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പിന്നെ മസ്റ്റായിട്ടും ടക്ക് കൊടുത്തിരിക്കണം. ചെറിയ ഫ്രോക്കല്ല. നെക്കും ബാക്ക് നെക്കും ബോട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു മാച്ചിട്ട് കൊടുക്കാം. ഇതാണ് സൈഡ് സ്റ്റിച്ചിങ് വരേണ്ട സ്ഥലമാണ്. അപ്പോൾ ടക്കിങ്ങിൻ്റെ മാർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൻ്റെ മാർക്ക്, അതിന് വേണ്ടിയിട്ടാണ് ട്രേസിങ് വീൽ അടിച്ചു കൊടുക്കുന്നത്. പിന്നെ നെക്ക് ബാക്ക് നെക്ക് ഞാൻ ട്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം ബാക്ക് നെക്കിൽ വർക്കില്ലല്ലോ, കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഓക്കെ ആണ്. അപ്പോൾ ഈ ഒരു മാർക്ക് ബാക്കിൽ വരാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ വിഡ്ത്ത് കൂടിപ്പോവും, ഇതും കൂടി ചേർത്തെടുത്താൽ. അപ്പോൾ അതിന് കറക്റ്റ് ഈ മാർജിൻ നമ്മൾ എത്ര ഇട്ടിട്ടുള്ളതെന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്ക് അറിയണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഫ്രണ്ടും ബാക്കും കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ ആം ഹോള് ഒന്ന് കടത്തി വെട്ടി കൊടുക്കാം. ഇതുപോലെ ഫ്രണ്ട് ആം ഹോള് കുഞ്ഞുകുട്ടികൾക്ക് ഇത്രയും എടുക്കണമെന്നില്ല. പക്ഷേ അത്യാവശ്യം വലിയ സൈസ് ആകുമ്പോൾ എന്തായാലും ആം ഹോള് എക്സ്ട്രാ ഡീപ്പ് കൊടുത്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇതൊരു ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ്. കസ്റ്റമർ ഡിസൈൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ റെഫറൽ പിക്ക് എന്തായാലും നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്യാം. സെൻറ്റർ ഒന്ന് ശരിയാക്കി വെച്ചതിന് ശേഷം കോട്ടൺ പീസ് ഇതുപോലെ വെച്ചിട്ട് കുറച്ച് എക്സ്ട്രാ തന്നെ നെറ്റ് പീസ് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ വേസ്റ്റിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് പീസും വെച്ചിട്ട് കട്ട് ചെയ്യാം. നോർമലായിട്ട് ലൈനിങ് കട്ട് ചെയ്താൽ പിന്നെ എല്ലാം സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഓടിച്ചൊന്ന് കാണിക്കുന്നത്. അപ്പോൾ നെറ്റ് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ സാറ്റിനാണ്. സാറ്റിൻ നമുക്ക്
കോട്ടൺ എങ്ങനെയാണോ കട്ട് ചെയ്ത് അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം. നെറ്റ് കുറച്ച് എക്സ്ട്രാ ആയാലും കുഴപ്പമില്ല. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അപ്പം ബോഡി ഇത്രേ ഉള്ളൂ, കട്ട് ചെയ്തിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബോട്ടം പോർഷനാണ്. അപ്പോൾ ബോട്ടം പോർഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രോക്കിൻ്റെ മെയിൻ ലെങ്ത് എന്ന് പറയുന്നത്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 40ൽ 11.5 യോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 40ന്ന് 11.5 മൈനസ് ചെയ്താൽ ബാലൻസ് 28.5 ആണ്. അതാണ് നമുക്ക് ബോട്ടം പോർഷൻ കട്ട് ചെയ്യേണ്ടത്. അതിൽ 1 ആഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ 30 കട്ട് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ആണല്ലോ, കുറച്ച് ലെങ്ത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞു പോകാൻ ഒരിക്കലും പാടില്ല. അപ്പം നോർമലായിട്ട് ബോട്ടം കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇതുപോലത്തെ ഫ്രോക്കിനൊക്കെ അംബ്രല കട്ടിങ്ങാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാനിവിടെ സ്ട്രൈറ്റ് കട്ടിംഗ് ആണ് ചെയ്യുന്നുള്ളത്. ലെങ്ത്ത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് അളവെടുക്കുക, എന്നിട്ട് കട്ട് ചെയ്യുക. വിടുത്ത് നമ്മൾ ഫാബ്രിക്കിന് എത്രയാണോ വിടുത്ത് അതനുസരിച്ച് അളവാക്കാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 60 വിടുത്ത് നെറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് 3 പീസായിട്ട് എടുത്തിട്ടുണ്ട്. 3 പീസ് ലെങ്ത്ത് മാത്രം മാർക്ക് ചെയ്തിട്ട് 3 പീസ് നെറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കോട്ടൺ ഇതിപ്പോൾ ഡബിൾ ഫോൾഡാണ്. അപ്പം ഞാൻ കോട്ടൺ ഇതുപോലത്തെ 4 പീസ് എടുത്തിട്ടുണ്ട്. കാരണം കോട്ടന് വിടുത്ത് കുറച്ച് കുറവാണ്, 33 വിടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 4 പീസ്, അല്ലെങ്കിൽ ഫ്ലെയർ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ എന്തൊക്കെയോ ഡിഫിക്കൽട്ടിയൊക്കെ തോന്നുന്നുണ്ടാവും. കാരണം അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് നന്നായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ പെർഫെക്റ്റായിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ്, ഫൈനലി ഞാൻ ഫ്ലെയറിന് വേണ്ടി കട്ട് ചെയ്യുന്നത് സാറ്റിനാണ്. സാറ്റിന് 2 പീസ് എടുക്കുന്നുണ്ട്. കാരണം സാറ്റിൻ്റെയും വിടുത്ത് 60 ആണ്. 60 എന്ന് പറയുമ്പോൾ നമുക്ക് 2 പീസ് ഉണ്ടെങ്കിൽ തന്നെ 120 ഫ്ലെയർ കിട്ടും. അപ്പോൾ അതും ലെങ്ത്ത് 4 ഫോൾഡാണിത്. ഞാൻ ഫോൾഡ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ 4 ഫോൾഡിൽ ലെങ്ത്ത് മാത്രം ഒന്ന് നോക്കുക. അങ്ങനെ ഇതും എടുത്തിട്ടുണ്ട്, സാറ്റിനും എടുത്തിട്ടുണ്ട്, നെറ്റും എല്ലാം കട്ട് ചെയ്തിട്ട് സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മെയിനായിട്ടുള്ള ഫ്രോക്കിൻ്റെ ഒരു ബേസിക് കട്ടിംഗ് ആണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ഗ്യാതേർഡ് ഫ്രോക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലുള്ള ഒരു കട്ടിംഗ് ആണ് ഇത്രയും. ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ള കട്ടിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഔട്ടർ ലെയർ, അതായത് ഏറ്റവും ടോപ്പായിട്ടൊരു ലെയർ. അതായത് ഫ്രോക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതിൻ്റെ ബുഷീനെസ്സും ഫ്രില്ലും കാര്യങ്ങളും എല്ലാം. തംബ്നെയിലൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നെറ്റ് എന്ന് പറയുന്നത് 60 വിടുത്താണ്. അത് വിടുത്ത് വൈസ് സെൻറ്ററിൽ നിന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഫ്രോക്കിൻ്റെ ടോട്ടൽ നമ്മൾ ബോട്ടം ലെങ്ത് എന്ന് പറയുന്നത് 30 ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു ലെങ്ത്ത് 25 എടുത്തിട്ടുണ്ട്. ഒരു 5 ഇഞ്ച് കുറച്ചിട്ട് 25 എടുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ സർക്കുലറായിട്ട്, അതായത് നമ്മൾ അംബ്രലയൊക്കെ ഫുൾ അംബ്രല കട്ട് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ കട്ടിങ് ചെയ്യുന്നുണ്ടല്ലോ, ഇതുപോലെ കട്ടിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ റൗണ്ടായിട്ട് ഒരു ചപ്പാത്തിയുടെയൊക്കെ ഷേപ്പിൽ വലിയ മസാല ദോശൻ്റെയൊക്കെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്കിപ്പോൾ ഇത് നമ്മുടെ വേസ്റ്റിന്, ഈ കുട്ടീൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് 28 ഉണ്ട്. അപ്പം ഞാനൊരു 2 ഇഞ്ച് ഡിഫറൻസിലാണ് ഇത് കൊടുക്കുന്നത്, ഗ്യാപ്പ് വിട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പം 28ൻ്റെ പാതി എന്ന് പറയുന്നത് 14 ഇതുപോലത്തെ വലിയ മസാല ദോശകൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് പണി വരും. അപ്പോൾ ഒന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. 14 ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഞാൻ മെയിനായിട്ട് ബേസിക് സ്റ്റിച്ചിങ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പാർട്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം ബേസിക് ആയിട്ടുള്ള 1-2 ഫ്രോക്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം സാറ്റിനും നെറ്റും സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നെറ്റ് ഇതുപോലെ വെച്ചിട്ട് നെക്കിലോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അത് ബാക്ക് പീസാണ് കേട്ടോ. നെക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ അത് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിങ് ചെയ്ത് കൊടുക്കുക. ചെറിയ കട്ടിങ്, അതായത് അത് കറക്റ്റ് റിങ്കിൾസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ കോട്ടൺ മേലോട്ടാക്കിയിട്ട് എഡ്ജസിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കോട്ടൺ ഇങ്ങനെ തിരിച്ച്
ഇടുക. ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ കാര്യം. സെയിം അതേപോലെ ബാക്കിൻ്റെ രണ്ടാമത്തെ പീസും ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മുമ്പേ കാണിച്ചതിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് പുതിയ ടൈലറാണ്, അപ്പോൾ പുള്ളിയുടെ മെത്തേഡാണ് കേട്ടോ. എനിക്കും ഇത് അറിയില്ലായിരുന്നു. ഞാൻ മുമ്പേ കാണിച്ചതൊക്കെ ആദ്യം നെറ്റും സാറ്റിനും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് പിന്നെയായിരുന്നു കോട്ടൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഒറ്റ സ്റ്റിച്ചിൽ എല്ലാം സെറ്റപ്പായി. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഫ്രണ്ട് ഹാൻഡ് വർക്ക് ചെയ്തത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. കറക്റ്റായിട്ട് ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ ഒരു നാച്ച് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ സാറ്റിൻ വെച്ചിട്ട് സാറ്റിൻ്റെ മേലെ ആ ഒരു നെറ്റും വെച്ചിട്ട് ഇതിൽ കാണുന്നത് പോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നെറ്റിലോട്ട് സാറ്റിൻ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. രണ്ടും നമ്മൾ നോർമലായിട്ട് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാം കൃത്യമായിട്ടൊന്ന് നോക്കുക കേട്ടോ. പിന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കമൻറ്റ് ചെയ്താൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റ വാക്കിലൊന്നും കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അത്രയും ടൈപ്പ് ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാവില്ല. അപ്പം ഞാൻ നോർമലായിട്ട് എല്ലാവരോടും പറയാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി DM വരാനൊക്കെ പറയാറുണ്ട്. അങ്ങനെ അത്രക്കും ഡൗട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ എക്സ്ട്രാ പോർഷൻ വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നെറ്റ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന് മുന്നോട്ട് എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം കട്ട് ചെയ്യുന്നതിന് മുമ്പ് അവൻ ആദ്യം കോട്ടൺ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോട്ടൺ ഇതുപോലെ നെറ്റിൻ്റെ മേലെ വെച്ചിട്ട് ആ നെക്കിൻ്റെ എഡ്ജസിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ടേൺ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മേലെ ഭാഗത്തും എഡ്ജസിലൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് വീഡിയോ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഹാൻഡ് വർക്കൊക്കെ എങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവുമല്ലോ. അതിന് ശേഷം ഇതുപോലെ ക്യാൻവാസ് വെക്കുന്നുണ്ട്. ക്യാൻവാസ് നോർമലായിട്ട് ഫ്രോക്കിനൊന്നും വെക്കാറില്ല. പിന്നെ ഇവന് എന്താ പറയുക ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് വെക്കണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നല്ല ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പം എന്തായാലും നമ്മൾ ക്യാൻവാസ് വെച്ചല്ലോ, എന്നാൽ പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് കൂടെ ഒന്ന് കണ്ടോക്കിക്കോ. അപ്പോൾ ക്യാൻവാസ് താഴെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മേലെ നെക്കിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് ടേൺ ചെയ്തിട്ട് ഇതുപോലെ നെക്ക് റൗണ്ട് ഒന്ന് ക്യാൻവാസിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജസിലൂടെ നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ ചെറിയ ചെറിയ കട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ കോട്ടൺ ലൈനിങ് ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് എഡ്ജസിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇതൊക്കെ നോർമലായിട്ട് എല്ലാ ഫ്രോക്കിനും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒന്ന് പറയുന്നു അത്രേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുത്താൽ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ ഒന്ന് ഈ സൈഡൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതായത് സാറ്റിനും അതുപോലെ നെറ്റൊന്നും ജോയിൻ ആയിട്ടില്ലല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഫ്രോക്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഫ്രിൽസ് ഉണ്ട്. ആ ഫ്രിൽസ് എങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്നുള്ളത് ഒരു പ്രത്യേക ട്രിക്സാണ്, നല്ല ഒരു മെത്തേഡാണ്. അത് നിങ്ങളൊന്ന് പെർഫെക്റ്റായിട്ട് തന്നെ കാണണം കേട്ടോ വീഡിയോ. അപ്പോൾ അതിന് മുമ്പ് എല്ലാം ഒന്ന് അയൺ ചെയ്തിട്ട് സെറ്റാക്കുന്നുണ്ട്. നല്ല ഫിനിഷിങ്, പ്രൊഫഷണൽ ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ അയൺ ചെയ്യണമെന്ന് ഞാൻ മുന്നേ പറയാറുണ്ട്. അതാണ് കേട്ടോ സംഭവം. അപ്പം ഇനി പിന്നെ ഫ്രണ്ടും ബാക്കൊക്കെ ജോയിൻ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതൊന്നും ഞാൻ അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല. ഇനി നമുക്ക് ആ ഒരു ഫ്രിൽസ് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതിന് മുമ്പേ ഞാൻ ഇതുപോലത്തെ ഫ്രില്ലിടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വേറൊരു മെത്തേഡിലാണ് ഞാൻ ഫ്രില്ല് എങ്ങനെ ഇടുന്നതെന്നുള്ളത് കാണിച്ചു തന്നത്. അപ്പം ഇത് കുറച്ചുകൂടി പുതിയ മെത്തേഡാണ്. ആദ്യം ഒരു ന്യൂസ് പേപ്പർ എടുക്കുക, എന്നിട്ട് ഫ്രണ്ട് യോക്ക് എങ്ങനെയാണോ അതിന് പെർഫെക്റ്റായിട്ട് അതേ ഒരു പാറ്റേണിൽ അത് വെച്ചിട്ട് ആ കോട്ടൺ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ സ്ട്രൈറ്റ് കോട്ടൺ പീസ് എടുക്കുക. എന്നിട്ട് ആ പേപ്പറിൻ്റെ മേലെ വെച്ചിട്ട് ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് ആദ്യം നമ്മൾ ആം ഹോളിൻ്റെ
ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാഫ് ഇഞ്ച് ഫ്രിൽസ് വെച്ചിട്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്യുക. അത് ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോഴേക്കും അവനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത് ഫസ്റ്റത്തെ ആ ഒരു ഇത് കിട്ടാണ്ടിരുന്നത്. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റത്തത് എങ്ങനെയാണ് ചെയ്തതെന്ന്. ഇതുപോലെ ഒരു സ്ട്രൈറ്റ് കോട്ടൺ പീസ് എടുക്കുക. എന്നിട്ടിതാ ഇതുപോലെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വി പാറ്റേൺ ആണ് വേണ്ടത്. അപ്പോൾ ക്രോസ് ആയിട്ട് വെച്ചെടുക്കുക. എന്നിട്ട് ഓരോ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്താ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടിക്കോട്ടെ, ചെറിയ ലെങ്ത്തിൽ ആവരുത്. കാരണം നമുക്കിത് പിന്നെ അഴിച്ചെടുക്കാനുള്ളതാണ്. അതെങ്ങനെ അഴിച്ചെടുക്കുന്നതെന്നുള്ളതും ഞാൻ ലാസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോ സ്റ്റിച്ചും ഇട്ടുകൊണ്ട് പോവുക. വലിയ ലെങ്ത്ത് കൂടുതലുള്ള സ്റ്റിച്ച് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ആദ്യത്തേത് ഇപ്പോൾ എങ്ങനെയാണ് ഇട്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പിന്നെ ലാസ്റ്റ് ഇത് റിമൂവ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആം ഹോളും അതുപോലെ തന്നെ വേസ്റ്റൊക്കെ ഒന്ന് അത് കറക്റ്റായിട്ട് നമ്മളിട്ട ഫ്രില്ല് കറക്റ്റായിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതാ ഇതുപോലെ വേസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്ട്രൈറ്റായിട്ട്. അപ്പം നമ്മൾ ഫ്രില്ലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഫ്രില്ലിൻ്റെയും മെഷർമെൻറ്റ് ഈവൺ ആയിരിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ 1/2 ഇഞ്ചാണ് ഇടുന്നതെങ്കിൽ എല്ലാം 1/2 ഇഞ്ച് ആയിരിക്കണം. അപ്പോൾ ഇതാ വേസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആം ഹോളും, അതായത് നമ്മൾ കറക്റ്റ് ഇപ്പം നെറ്റിലോട്ട് സാറ്റിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ഈ ഫ്രിൽസ് ഇടാം. അതുപോലെ ആദ്യം നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്തത്. അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് സൈഡിലേക്ക് കൂടെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ എക്സ്ട്രാ ഉള്ള പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ പേപ്പറിൻ്റെ മേലെ കൂടെ തന്നെ സൈഡിലൊക്കെ നോർമലായിട്ട് കുറച്ച് വലിയ സ്റ്റിച്ച് അല്ലാണ്ട് നോർമൽ സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ നോർമൽ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കാം. അതിന് മുമ്പേ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഫ്രില്ലൊന്ന് നമുക്ക് അയൺ ചെയ്ത് വെക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ റിമൂവ് ചെയ്ത് എടുക്കുമല്ലോ, അപ്പോൾ അത് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി ഒന്ന് നല്ല രീതിയിൽ അയൺ ചെയ്തിട്ട് ഫ്രിൽസ് സെറ്റാക്കി വെക്കാം. കണ്ടോ, ഇവിടെ ഫ്രിൽസ് ഉണ്ടെന്ന് പോലും അറിയുന്നില്ല, അത്രയും നീറ്റിലാണ് ഫ്രില്ലിട്ടേക്കുന്നത്. അതിനുശേഷം പേപ്പർ ഒന്ന് അഴിച്ചെടുക്കാം. കണ്ടോ, ഭയങ്കര സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നീറ്റ് ഫിനിഷിങ്ങിൽ കിട്ടും നമുക്ക് ഈ ഫ്രില്ലിടുന്നത്. ശരിക്കും പറഞ്ഞാൽ മുമ്പേ കാണിച്ച മെത്തേഡൊന്നും ഇത്രയും പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല. നമ്മളിങ്ങനത്തെ ചെയ്ത് വരുമ്പോഴാണല്ലോ നമുക്ക് ഓരോ ഐഡിയാസ് കിട്ടുന്നത്. അതിന് ശേഷം അതെടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ യോക്കിൽ ഓൾറെഡി യോക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം യോക്കിൻ്റെ വേസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു വീൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അത് ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് കാണാത്തതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് യോക്കിൽ അറ്റാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ളൊന്ന് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഫുൾ യോക്കിൽ ആം ഹോളും ഷോൾഡറും എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ ഏകദേശം 3 ദിവസം ഈ ഫ്രോക്കിൻ്റെ ഫിനിഷിങ് ആയിട്ടുണ്ട്. അതായത് ഈ ഫ്രോക്സിന് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലായിട്ട് നെറ്റ് യൂസ് ചെയ്യേണ്ടി വന്നു. ഞാൻ ആദ്യം 20 മീറ്റർ ആയിരുന്നു വാങ്ങിച്ചിരുന്നത്. കാരണം ഞാൻ നോർമലായിട്ട് ചെയ്യുമ്പം അത്ര 20-25 ഒക്കെ വരുള്ളൂ. പിന്നെ ഇത് 60 വിഡ്ത്ത് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു, പക്ഷേ തികഞ്ഞില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പോയിട്ട് വീണ്ടും 10 മീറ്റർ വാങ്ങിയിട്ട് വന്നു, വീണ്ടും തികഞ്ഞില്ല. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പോയിട്ട് 15 മീറ്റർ, അങ്ങനെ ടോട്ടൽ 45 മീറ്ററാണ് ഈ ഫ്രോക്കിന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലോത്ത്. അത് നിങ്ങൾക്ക് ഫൈനൽ ഫിനിഷിങ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ യോക്കിൽ ഈ ബെൽറ്റ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് അതും കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പോർഷൻ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കോട്ടനും സാട്ടിനും നെറ്റൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എത്രയോ പീസസ് ഉണ്ട്, അതൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഗാതേർഡായിട്ട് ഇട്ട് കൊടുക്കുക. ഭയങ്കര സിമ്പിളാണ്, നോർമൽ ഫ്രോക്കിന് ചെയ്യുന്നത് പോലെ തന്നെ ഇതേപോലെ ഗാദർ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുക.
സത്യം പറഞ്ഞാൽ ഈ ഫ്രോക്ക് കിട്ടുന്ന സമയത്ത് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ വിചാരിച്ചത്, സംഭവം സിമ്പിളാണെന്ന്. പക്ഷെ ചെയ്ത് കഴിയുമ്പോഴല്ലേ മനസ്സിലായത് ഇതിൻ്റെ ബാക്കിലുള്ള ഓരോ കഷ്ടപ്പാടുകളും. എന്നാലും ചെയ്ത് ഫൈനൽ ഫിനിഷിങ് ചെയ്യുമ്പോൾ കാണുമ്പോൾ സംഭവം സെറ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതുപോലത്തെ ഗ്യാദറിന് വേണ്ടിയിട്ട് താഴത്തെ ഫ്രിൽസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നതാണ്. ഏകദേശം 20-25 മീറ്റർ ഞാൻ അതിന് വേണ്ടി തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. പോരാ, ഇതിൻ്റെ ഫ്രോക്കിൽ 45 മീറ്റർ ആണെങ്കിൽ ഏകദേശം 40 മീറ്റർ ഞാൻ ഇതിന് ഫ്രിൽസിന് വേണ്ടി തന്നെ കട്ട് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എല്ലാം 3 ഇഞ്ച് വീടത്തിലാണ് കേട്ടോ ഈ ഒരു ലേസ് കട്ട് ചെയ്തത്. എന്നിട്ട് എല്ലാം ഗ്യാദേഴ്സ് ഫ്രിൽസ് ആദ്യമേ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്നത് നമ്മൾ ആദ്യം പോട്ടത്തിന് വേണ്ടിയിട്ട് 3 പീസ് സ്ട്രൈറ്റ് കട്ട് നെറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഗ്യാദറിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റും ഇതുപോലെ ഈ ഒരു ഫ്രിൽസ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഗ്യാദേഴ്സ് അടിച്ചതിന് ശേഷം വേസ്റ്റിൻ്റെ കറക്റ്റായിട്ട് ഗ്യാദർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെയും ആ ഫ്രിൽസ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നേരത്തെ 14 റൗണ്ട് മസാല ദോശ പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം 14 എണ്ണത്തിനും ഇതുപോലെ ഈ ഒരു ഫ്രിൽസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കണ്ടോ, ഇതുപോലെ എല്ലാം അടിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് മെയിൻ പീസിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ സംഭവം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ നേരത്തെ റൗണ്ട് ചപ്പാത്തി മസാല ദോശ പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലോട്ട് ഈ ഫ്രിൽസ് എല്ലാം ഒന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണുന്നത് ഇത്രയും ഭാരം പോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ ആ ഒരു മെയിൻ പീസ് നെറ്റ് ഉണ്ടല്ലോ ഇതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനു മുമ്പ് ഗ്യാദർ നമ്മൾ വേസ്റ്റിന് കറക്റ്റ് ആണല്ലോ, വേസ്റ്റ് 28 ആണെങ്കിൽ ആ ഒരു 28 കറക്റ്റ് ആക്കണില്ല, അതിന് വേണ്ടി അവൻ ഒന്നുകൂടെ അടിച്ചു കൊടുത്തതാണ്. ഇനി നമ്മൾ ആ ഒരു റൗണ്ട് എടുത്തതിന് ശേഷം ഇതുപോലെ ഞാനിപ്പം ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ അതുപോലെ പിടിക്കുക. അതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഈവൺ കറക്റ്റ് സെൻറ്ററിലല്ല, കുറച്ച് മേലോട്ടായിട്ട് ഇങ്ങനെ പിടിക്കുക. താഴെ ഭാഗം കുറച്ച് ലെങ്ത്തും മേലെ ഭാഗം കുറച്ച് പൊങ്ങിയിട്ടും ഉണ്ടാവണം. എന്നിട്ട് ഇത് നമ്മൾ ഒരു കോണാക്കിയിട്ട് ഒരു കോൺ ഷേപ്പിൽ ആക്കിയിട്ടായിട്ട് ഇതുപോലെ നമ്മൾ വേസ്റ്റിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 14 എണ്ണം ഉണ്ട്. അപ്പോൾ ടോട്ടൽ വേസ്റ്റ് 28 അപ്പോൾ നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതെ, അവൻ പിടിച്ചിട്ട് കാണുന്നുണ്ടല്ലോ കറക്റ്റായിട്ട്. അങ്ങനെ തന്നെ പിടിക്കണം. പിടിച്ചതിന് ശേഷം പിടിക്കുന്ന സമയത്ത് നമ്മൾ നെറ്റിലൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ താഴത്തെ ഫ്രില്ലുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി താഴെ ഒരു ഫ്രില്ല് അടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് കുറച്ച് മേലെ ആയിട്ട്, അതായത് ഒരുപാട് മേലെ ആവാൻ പാടില്ല, ഗ്യാപ്പ് കാണാൻ പാടില്ല. താഴത്തെ ലെയറും നമ്മൾ ഈ അടിച്ചു കൊടുക്കുന്ന ഒരു ലെയറുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഫീൽ ആവാൻ പാടില്ല. ആ ഒരു രീതിയിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് അളന്നും തൂക്കിയും ഒക്കെ നോക്കുന്നുണ്ട്. എന്നിട്ടാണ് വെക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തത് വെച്ചെടുക്കുക, മൂന്നാമത്തത്, നാലാമത്തത്, അങ്ങനെ 14 എണ്ണം ഫുൾ റൗണ്ടായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ നിന്നിട്ട് അവന് കറക്റ്റായിട്ട് ആ ഒരു കോൺ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീൻസ് അതിൻ്റെ ആ അപ്പ് ആൻഡ് ഡൗൺ കറക്റ്റായിട്ട് വരണം. അപ്പോഴേ ഫ്രോക്ക് ഫുൾ റൗണ്ട് ഈവൺ ആയിട്ട് കിട്ടുള്ളൂ. അതിന് ഞാനൊരു മെഷർമെൻ്റ് ഒന്നും നോക്കുന്നില്ല. ഏകദേശം ഒരു അളവ് നമുക്കറിയാമല്ലോ, നമ്മൾ ഒന്നെങ്ങനെയാണ് പിടിച്ചത് ആ ഒരു അതേ ഒരു ഇതിലാണ് പിടിക്കുന്നുള്ളത്. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് സംഭവം അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത്രയും കാണുമ്പോൾ തന്നെ ഫ്രോക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ റെഫറൽ പിക്ക് കാണുമ്പം എനിക്ക് ടെൻഷനായിരുന്നു അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ മാഷാ ചെയ്ത് കഴിയുമ്പം പാതി കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷെ എന്നാലും ടെൻഷനാണ്. കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്തു പിക്ക്, അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അവർ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒരുപാട് ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇനി നമ്മൾ കോട്ടനും സാറ്റിനും എല്ലാം അറ്റാച്ച് ചെയ്യുക. അതുപോലെ തന്നെ യോക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ സിപ്പ് ഇടുക. ഒരുപാട് ഡിഫിക്കൽട്ടി ഉണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാരണം ഇത് മെഷീൻ്റെ മേലെ വരെ കൊള്ളുന്നില്ല. ഞാനവിടെ ഇരുന്നിട്ട് പിടിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് അവൻ സ്റ്റിച്ച് ചെയ്തത്. മെഷീനിൽ നിന്ന് അങ്ങോട്ട് നീങ്ങുന്ന പോലും ഇല്ലായിരുന്നു. പക്ഷേ എന്തായാലും
എത്ര എഫേർട്ട് എടുത്താലും ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റെഫറൽ പിക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനലായിട്ടുള്ള ലുക്കും ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുള്ളായി, എൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ യൂസ്ഫുൾ ആവുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് റെഫറൽ പിക്ക് ഇടുന്നുണ്ട്. ഇതാണ് റെഫറൽ പിക്ക്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ നിങ്ങളെ വീണ്ടും കാണുന്നത് വരേക്കും. And now, okay, bye bye from Hiba's Designs.